ഒരു 40 വയസ്സിന് ശേഷം പലപ്പോഴും നമ്മൾ പ്രഭാത ഭക്ഷണം ഏത് സമയത്ത് കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രക്തധമനികളുടെ പ്രായം തീരുമാനിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രത്യേക സമയത്താണ് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഹോർമോണുകൾ സ്റ്റേബിൾ ആവും, ഇൻസുലിന്റെ പ്രവർത്തനം നല്ല രീതിയിലായിരിക്കും. ഇതെല്ലാം വഴി നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. നമ്മളെല്ലാവരും പലപ്പോഴും ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ എന്ത് കഴിക്കുന്നു, എന്ത് കഴിക്കരുത് എന്നുള്ളതാണ്. ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത് പലരുടെയും മനസ്സിലുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ശരീരമാവട്ടെ ഒരു ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്ലോക്കാണ് നമ്മുടെ പൾസ്, BP, ഹോർമോണുകൾ, ഷുഗർ എന്തിനേറെ നമ്മുടെ രക്തധമനികളുടെ പ്രവർത്തനം വരെ പലപ്പോഴും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ദിവസം തുടങ്ങുമ്പോഴും ഈ ഒരു ക്ലോക്കിന്റെ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണമാണ്. പ്രഭാത ഭക്ഷണത്തിന്റെ സമയം ശരിയല്ലെങ്കിൽ 3 രീതിയിലുള്ള അപകടങ്ങൾ ശരീരത്തിൽ സംഭവിക്കാം. അതിൽ ഒന്നാമത്തത് രക്തധമനികളുടെ സ്ട്രെസ് കൂടും എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ബോഡി എന്തിനും തയ്യാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രെസ് ഹോർമോൺ ഒന്ന് അടങ്ങുക. ബ്രേക്ക്ഫാസ്റ്റ് ഹോർമോണോട് പറയാണ് ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അത് കേൾക്കുന്നതോടെ അമിതമായിട്ടുള്ള ഈ സ്ട്രെസ് ഹോർമോൺ പതുക്കെ നോർമൽ ആവുകയാണ്. അതുവഴി രക്തധമനികൾ റിലാക്സ്ഡ് ആവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും നേരത്തേക്ക് രക്തധമനികൾ പലപ്പോഴും ചുങ്ങിയ അവസ്ഥയിലായിരിക്കും. രണ്ടാമത്തത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഷുഗർ ഏറ്റവും നല്ല രീതിയിൽ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി രാവിലെ സമയത്താണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെ നല്ല രീതിയിലായിരിക്കും. അത് കാരണം രക്തത്തിൽ നിന്നും ഷുഗറിനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് വൈകിയാണ് കഴിക്കുന്നതെങ്കിൽ അപ്പോഴേക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഇത് കാരണം പിന്നീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് സ്പൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് രക്തധമനികളെ പതുക്കെ കേടുവരുത്താണ്, അതിന്റെ ആയുസ് കുറയാണ്. മൂന്നാമത്തെ കാര്യം, പലപ്പോഴും പകൽ സമയത്താണ് രക്തധമനികളുടെ റിപ്പയറിംഗ് നടക്കുക. ഈ റിപ്പയറിംഗിന് ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വൈകിയാണെങ്കിൽ ഈ ഊർജ്ജം കിട്ടില്ല, റിപ്പയറിംഗ് നടക്കില്ല. ഇത് പതുക്കെ രക്തധമനികളെ കേടുവരുത്തി ഹൃദ്രോഗത്തിന്റെയും സ്ട്രോക്കിന്റെയും റിസ്ക് കൂട്ടുന്നുണ്ട്. BP കൂട്ടാം. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് തടി കുറക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ഇത് സത്യത്തിൽ ശരീരത്തിലെ മെറ്റബോളിസത്തിനും കേടാണ്, രക്തധമനികൾക്കും കേടാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത്, എണീറ്റ് കഴിഞ്ഞ് ആദ്യത്തെ 1-2 മണിക്കൂറുകൾക്കകത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിക്കുക. രണ്ടാമത്തത്, ആ ഒരു ടൈമിംഗ് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ സമയമാക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, രാവിലെ 9:30-10 മണിയുടെ അപ്പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് നീട്ടി കൊണ്ടുപോവാതിരിക്കുക. നാലാമത്തത്, ബ്രേക്ക്ഫാസ്റ്റിൽ നിർബന്ധമായിട്ടും പ്രോട്ടീനും നല്ല കൊഴുപ്പും ധാരാളമായിട്ട് ഉൾപ്പെടുത്തണം.